കെ മുരളീധരൻ്റെ നിലപാടിൽ ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും അവിശ്വാസവും അതൃപ്തിയും. സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴും ഒരു നിലപാടും, തോൽക്കുമ്പോൾ മറ്റൊരു നിലപാടും ശരിയല്ല. തോൽക്കുന്നവരെല്ലാം ഈ നിലപാട് സ്വീകരിച്ചാൽ എന്താകും? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 20 പേരൊഴികെ മത്സരിച്ച തോറ്റ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും ഇതേ നിലപാട് സ്വീകരിച്ച ഒരാളെയും കാണുന്നില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അന്തിമം തീരുമാനം എടുക്കുന്നത് എന്ന് പറയുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം തുടങ്ങിയെന്നും പറയുന്നതും പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും പരാജയവും വിജയവും ജനഹിതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പാർട്ടിക്കാരുടെയും UDFിൻ്റെയും വോട്ട് കൊണ്ട് മാത്രമല്ല ജയം, മറ്റുള്ള വിവിധ തലങ്ങളിലെ വോട്ടും പ്രധാനമാണ്. എക്കാലവും UDFിനെ തൃശ്ശൂർകാർ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മറിച്ച് ചിന്തിച്ചു. അതിന് ജനങ്ങൾക്ക് അവകാശമുണ്ട്. പണിയെടുത്താലേ കൂലി കിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആരോട് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. വട്ടിയൂർക്കാവിലുള്ളവരും ഈ നിലപാട് കാണുന്നുണ്ട് എന്ന കാര്യം ഓർമ്മ വേണമെന്ന് ജനങ്ങൾ കെ മുരളീധരന് മുന്നറിയിപ്പ് നൽകുന്നു. മരണഭീഷണിയുണ്ടെങ്കിലും ഭയപ്പെടുന്നില്ലെന്ന് സീന പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഉപദേശം നൽകിയ അമ്മയ്ക്ക് എരഞ്ഞോളി സ്ഫോടനത്തിൽ വയോധികൻ മരണപ്പെട്ടതിന് പിന്നാലെ CPMനെതിരെ സത്യം വിളിച്ചു പറഞ്ഞ് വെളിപ്പെടുത്തൽ നടത്തിയ സീനയുടെ കടക്കുളത്തെ വീട്ടിൽ പാർട്ടിയുടെ വനിതാ നേതാക്കൾ എത്തി അമ്മയെ ഉപദേശിച്ചു മകളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാകും. ഇത്രയും കാലം പാർട്ടിക്കാരുടെ ഇടയിൽ ജീവിച്ചതാണ്. അവർ എന്തൊക്കെ ചെയ്യുമെന്നും വ്യക്തമായ ധാരണയുണ്ട്. ഭയപ്പെടുന്നില്ല. വീട്ടിൽ വന്നവരെ നിങ്ങൾ ഞങ്ങളെ കൊല്ലുമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ വന്നവർ ചിരിക്കുകയായിരുന്നു. മറുപടി പറഞ്ഞില്ലെന്നും സീന പറഞ്ഞു. സീന വീട്ടിലില്ലാത്ത സമയങ്ങളിലായിരുന്നു പഞ്ചായത്ത് അംഗമടക്കമുള്ളവർ എത്തിയത്. ഒഴിവ് ദിവസങ്ങൾ ഭർത്താവിൻ്റെ തലശ്ശേരിയിലെ വീട്ടിലാണ് താമസം. മറ്റുള്ള ദിവസങ്ങളിൽ എരഞ്ഞോളിയിലെ സ്വന്തം വീട്ടിലായിരിക്കും താമസം. സത്യം പറഞ്ഞതിന് കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്ന് സീന പറഞ്ഞു. പോലീസ് വന്നിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇവിടെ ഉണ്ടാകില്ല. ഇതുപോലെ എത്രയോ സീനമാർ ഉണ്ടെങ്കിലും ഭയം കൊണ്ട് ഒന്നും പറയുന്നില്ലെന്ന് മാത്രം. സമൂഹ മാധ്യമങ്ങളിലടക്കം എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സീന പറയുന്നു. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു. പിറ്റേന്ന് സ്റ്റേയും. കോടതികളുടെ നിലപാട് AAPക്ക് നിരാശയുണ്ടാക്കി. കെജ്രിവാളിൻ്റെ ജയിൽവാസത്തിന് 3 മാസം തികയുന്ന ദിവസം തന്നെ ഡൽഹി പ്രത്യേക വിചാരണ കോടതി വ്യാഴാഴ്ച ജാമ്യം നൽകി. AAP പ്രവർത്തകർ ആവേശത്തിലാക്കി. സന്തോഷം ആഘോഷിക്കുക AAP പാർട്ടിയുടെ തയ്യാറെടുപ്പ് നടക്കുന്നതിനിടയിൽ അതെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ്. കെജ്രിവാളിൻ്റെ ജാമ്യ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ഉത്തരവ് പ്രാബല്യത്തിൽ വരില്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. EDയുടെ ഹർജി പരിഗണിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ വിടുതൽ ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കെജ്രിവാളിന് നൽകിയ ജാമ്യത്തെ ED ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലെത്തി ഉടൻ സ്റ്റേ വാങ്ങിച്ചു. വിചാരണ കോടതി ജാമ്യം നൽകുമ്പോൾ നിരീക്ഷിച്ചത് കെജ്രിവാൾ 3 മാസം ജയിലിൽ കിടന്നിട്ടും തെളിവ് ഹാജരാക്കാൻ EDക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനിയും കാത്തിരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റേ അനുവദിച്ചത്. എന്നാൽ ഇതെല്ലാം വിപരീതമായാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. 3 ദിവസത്തിനുള്ളിൽ ഉത്തരവുണ്ടാകുമെന്ന് അറിയുന്നു. വാദം കേൾക്കാൻ 25ലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 28,000 വോട്ടിന് തോറ്റ BJP സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം പരിശോധിക്കാൻ 18,90,000 രൂപ കെട്ടിവെച്ചു. NCP സ്ഥാനാർത്ഥിയോട് 28,000-ൽ പരം വോട്ടിന് തോൽവി ഏറ്റുവാങ്ങിയ അതിന് പിന്നാലെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കാൻ BJP സ്ഥാനാർത്ഥി കെട്ടിവെച്ചത് 18,90,000 രൂപ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ NCPയുടെ നികേഷ് ലെങ്കയോടാണ് BJP സ്ഥാനാർത്ഥി സുജയ വഖേ പാട്ടേൽ പരാജയപ്പെട്ടത്. പിന്നാലെ 40 EVMകളുടെ മൈക്രോ കൺട്രോളർ പരിശോധിക്കാതെയാണ് വിഖേൽ പട്ടേൽ വൻ തുക കെട്ടിവെച്ചത്. മുഖ്യമന്ത്രി ദുർഭൂതമാണ്, കാരണഭൂതനെ കൈവിടാതെ ചുമക്കുന്നത് ലാഭവിഹിതം പറ്റിയവരെന്ന് K. സുധാകരൻ. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് KPC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞത്. അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്താവനയെല്ലാം ഭരണത്തിനെതിരെയും തലപ്പത്തിലിരിക്കുന്നവർ ചീഞ്ഞു നാറുന്നു, തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നെന്നും K. സുധാകരൻ പറഞ്ഞു. തമിഴ്നാട് വിഷമദ്യ ദുരന്തത്തിൽ 52 പേരുടെ മരണത്തിനിടയാക്കിയ മുഖ്യപ്രതി അറസ്റ്റിൽ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ പ്രധാന പ്രതി ചിന്നദൊരയെ കടലൂരിൽ നിന്നാണ് പിടികൂടിയത്. മദ്യം വിതരണം ചെയ്ത 10 പേരും അറസ്റ്റിലായി. വ്യാജമദ്യ ഉൽപാദനവുമായി 70-ലധികം കേസുകളിൽ ചിന്നദൊര പ്രതിയാണ്. 52 പേരാണ് മരണമടഞ്ഞത്. 100-ലേറെ പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 10 പേരുടെ കണ്ണ് നഷ്ടപ്പെട്ടതായും സർക്കാരിനെതിരെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തി. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ പ്രതിപക്ഷം CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. തമിഴ്നാടിൻ്റെ പരാജയത്തെപ്പറ്റി തമിഴ വെട്രി തലവനും നടനുമായ വിജയ് രൂക്ഷമായി വിമർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്തു.